ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം. പമ്പയിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളാണ് മല ചവിട്ടിയെത്തുന്നത്. കാനനപാത വഴി എത്തുന്നവരുമുണ്ട്. ഇന്നും തിരക്ക് തുടരാനാണ് സാധ്യത. ഇന്നലെ 77,000-ഓളം ഭക്തജനങ്ങളാണ് ദർശനം നടത്തിയത്. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ്. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിൽ തന്നെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 77,026 പേരാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് കണക്കുകൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യ 7 ദിനം ദർശനം നടത്തിയിട്ടുള്ളത് 4,51,097 പേരാണ്. വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് നമുക്കിന്നും അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വലിയ നടപ്പന്തലിലൂടെ ഇപ്പോൾ ഭക്തജനങ്ങളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽക്കേ തന്നെ ഈ വലിയ നടപ്പന്തലും നിറഞ്ഞിരുന്നു. ഇവിടെ നിന്നും 18ാം പടിയിലേക്ക് കടക്കുന്ന ഭക്തജനങ്ങളാണ്. കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരും ഒക്കെ ഉണ്ട്. അവർക്കായി പ്രത്യേക ക്യൂവും ഒരുക്കിയിട്ടുണ്ട്. അമ്മമാരൊക്കെ ഇവിടേക്ക് മാളികപ്പുറങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നും ഭക്തജന തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണക്കനുസരിച്ച് ഓരോ ദിവസവും കഴിയുന്തോറും ഭക്തജനങ്ങൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി തന്നെ ദർശനം ഒരുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായും ഇവിടെ എത്തുന്നവരെ കൃത്യമായും ഈ ദർശനത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനവും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് NDRFിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ വിവിധ സംയുക്ത വകുപ്പുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം വനത്തിലകപ്പെട്ട 20 അംഗ സംഘത്തെ അവർ തന്നെയാണ്, അതിൽ 3 പേർക്ക് ദേഹാസ്വസ്ഥത ഉണ്ടായി. അവിടേക്കൊക്കെ എത്തി അവരെ രക്ഷിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇന്നും ഭക്തജന തിരക്ക് തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്.